നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഡ്രിങ്ക് ആണല്ലോ ചായ. നമുക്ക് ഈ ചായ എന്ന് പറയുന്നതൊന്ന് മാറ്റിയിട്ട് അതൊരു ഗ്രീൻ ടീ ആക്കിയാലോ? ഈ ഒരു നേരമെങ്കിലും നമ്മൾ ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന അതേ ഉന്മേഷം കിട്ടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഗ്രീൻ ടീയിലേക്ക് മാറിയാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഉന്മേഷവും ഉഷാറും നമുക്ക് ഗ്രീൻ ടീ കഴിക്കുമ്പോഴും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാനും നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ഈ ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഹെൽത്തിനെ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്രീൻ ടീയിലുണ്ട്. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും BP കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോയുടെ ഫ്ലോ കൂട്ടാനും സഹായിക്കുന്ന വസ്തുക്കൾ ഗ്രീൻ ടീയിലുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ള ഒന്നാണ് ഗ്രീൻ ടീ. ഈ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പം അതിൻ്റെ ഇൻഫ്ലമേഷൻ വരാതെ തടയാനും കോശങ്ങൾക്ക് നാശം വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കൂടാതിരിക്കാനായിട്ട്, അതായത് നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് അത് പെട്ടെന്ന് ബേൺ ചെയ്യാനായിട്ട് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയെ അത് കറക്റ്റ് ആക്കാനായിട്ട് ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലതരം ക്യാൻസറുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഘടകങ്ങളും ഗ്രീൻ ടീയിലുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഗ്രീൻ ടീ. അപ്പം നിങ്ങൾ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ ഒരു തവണയെങ്കിലും ഗ്രീൻ ടീ ആക്കിയാൽ അതിൻ്റെ ഗുണങ്ങളും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്.